ജോ ആരഡി നിഷ്കളങ്കനായ കുറ്റവാളി. പണ്ട് അമേരിക്കയിലെ കൊളറാഡോയിലെ പ്യൂബ്ലോ എന്ന പട്ടണത്തിൽ ജോ ആരഡി എന്നൊരാൾ ജീവിച്ചിരുന്നു. അയാൾക്ക് 23 വയസ്സുണ്ടായിരുന്നു. പക്ഷേ ഒരു കൊച്ചുകുട്ടിയുടെ ബുദ്ധിയും മനസ്സുമായിരുന്നു. ജോ നിരക്ഷരനും നിഷ്കളങ്കനുമായിരുന്നു. താൻ ചെയ്യുന്ന കാര്യങ്ങളുടെ നല്ലതും ചീത്തയും തിരിച്ചറിയാൻ അയാൾക്ക് കഴിഞ്ഞിരുന്നില്ല. തെരുവുകളിൽ അലഞ്ഞു തിരിഞ്ഞു നടന്ന ജോയെ ആളുകൾ ഒരു ഭ്രാന്തനായി കണക്കാക്കി. 1936 ഒരു ദുരന്തം സംഭവിച്ചു. പ്യൂബ്ലോയിലെ ട്രെയിൻ സഹോദരിമാരായ ഡൊറോത്തി ഡ്രെയിൻ, ബാർബറ ഡ്രെയിൻ എന്നിവരെ അവരുടെ വീട്ടിൽ വെച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചു. ഈ ആക്രമണത്തിൽ ഡൊറോത്തി കൊല്ലപ്പെടുകയും ബാർബറയ്ക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. പോലീസ് അന്വേഷണം ആരംഭിച്ചു. കൊലപാതകിയെന്ന് സംശയിക്കപ്പെട്ട ഫ്രാങ്ക് അഗസ്റ്റയെ പോലീസ് ഉടൻ തന്നെ പിടികൂടി. അഗസ്റ്റയുടെ കൂടെ വേറെയും ഒരാൾ ഉണ്ടായിരുന്നെന്ന് പോലീസ് സംശയിച്ചു. അയാളുടെ പേരാണ് ജോ ആരഡി. പോലീസ് ജോയെ ചോദ്യം ചെയ്തപ്പോൾ അയാൾ തൻ്റെ മാനസികാവസ്ഥ കാരണം ഭയന്ന് താൻ ചെയ്ത കുറ്റങ്ങളെക്കുറിച്ച് പലതും പറഞ്ഞു. താൻ ഡൊറോത്തിയെ കൊലപ്പെടുത്തിയെന്നും അതിന് സഹായിച്ചെന്നുമാണ് ജോ പറഞ്ഞത്. ഈ വിവരങ്ങൾ അഗസ്റ്റയുടെ കുറ്റസമ്മതമായി പൊരുത്തപ്പെടാൻ ഇല്ലായിരുന്നിട്ടും ജോയുടെ വാക്കുകൾ പോലീസ് വിശ്വാസത്തിലെടുത്തു. ജോയുടെ വിചാരണ ആരംഭിച്ചു. കൊലപാതകത്തിൽ ജോയ്ക്ക് പങ്കുണ്ടെന്ന് തെളിയിക്കുന്ന ഒരൊറ്റ തെളിവ് പോലും പോലീസിന്റെ കൈവശം ഉണ്ടായിരുന്നില്ല. എന്നിട്ടും ജോയുടെ നിഷ്കളങ്കമായ കുറ്റസമ്മതം മാത്രമാണ് കോടതിയിൽ പ്രധാന തെളിവായി അവതരിപ്പിച്ചത്. ജോയുടെ അഭിഭാഷകൻ അയാളുടെ മാനസികാവസ്ഥ കോടതിയെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല. 1937 കോടതി ജോയെ വധശിക്ഷയ്ക്ക് വിധിച്ചു. ജോയുടെ ശിക്ഷയെക്കുറിച്ച് കേട്ടപ്പോൾ കൊളറാഡോയിലെ പലരും ഞെട്ടി. ജോ നിരപരാധിയാണെന്ന് അവർക്കറിയാമായിരുന്നു. എനിക്ക് ആരെയും ദ്രോഹിക്കാൻ അറിയില്ല, ജോ കോടതിയിൽ പറഞ്ഞിരുന്നു. ഒരു കുട്ടിയുടെ മനസ്സ്, ഭ്രാന്തനായ ഒരുവന്റെ ശരീരം, ജോയെ അടുത്തറിയാവുന്ന ആളുകൾ പറഞ്ഞു. പല പ്രമുഖരും അഭിഭാഷകരും മനുഷ്യാവകാശ പ്രവർത്തകരും ജോയുടെ ശിക്ഷ മാറ്റിവെക്കാൻ ആവശ്യപ്പെട്ട് ഗവർണർക്ക് കത്തെഴുതി. പക്ഷേ ഗവർണർ അവരുടെ അപേക്ഷ നിരസിച്ചു. 1939 ജനുവരി 6 ജോയെ വധിക്കാനുള്ള ദിവസമെത്തി. ഗ്യാസ് ചേംബറിൽ വെച്ചാണ് ജോയെ വധശിക്ഷയ്ക്ക് വിധേയനാക്കിയത്. മരണത്തിന് തൊട്ടു മുമ്പ് ജോ ചിരിച്ചുകൊണ്ട് ഒരു ഐസ്ക്രീം കഴിക്കാൻ ആഗ്രഹിച്ചു. അയാൾക്ക് ഇഷ്ടപ്പെട്ട മധുരം ആസ്വദിച്ചുകൊണ്ട് ജോ ഈ ലോകത്തോട് വിട പറഞ്ഞു. ജോയുടെ മരണശേഷം പലരും നീതിക്ക് വേണ്ടി ശബ്ദമുയർത്തി. ജോയുടെ മരണം നിയമവ്യവസ്ഥയുടെ വലിയൊരു പരാജയമാണെന്ന് അവർ പറഞ്ഞു. 2011 ജനുവരി 7 കൊളറാഡോ ഗവർണർ ബിൽ റിട്ടർ ജോ ആരഡിക്ക് മരണാനന്തര മാപ്പ് നൽകി. ജോ ആരഡി മാനസികമായി വൈകല്യമുള്ള ഒരാളായിരുന്നു. നിരപരാധിയായ ഒരുവനെയാണ് നമ്മൾ വധിച്ചത്, ഗവർണർ പ്രസ്താവിച്ചു. ജോ ആരഡിയുടെ കഥ നിയമവ്യവസ്ഥയുടെയും പരാജയത്തിൻ്റെയും നിസ്സഹായനായ ഒരാളുടെ ജീവിതം ദുരന്തമായി അവസാനിച്ചതിൻ്റെയും ഓർമ്മപ്പെടുത്തലാണ്. ഇന്നും അദ്ദേഹത്തിൻ്റെ കഥ അനീതിക്കെതിരെയുള്ള ഒരു ഓർമ്മപ്പെടുത്തലായി നിലകൊള്ളുന്നു.